അതൊക്കെ എങ്ങനെ ഞാൻ യൂട്യൂബിൽ ഇടല്ലോ. പിന്നെ ശീലയിക്കോളെ. ഇതില് നല്ല കണ്ടന്റ് മഴക്കാലത്ത് യൂട്യൂബിൽ കിട്ടാനില്ല. അതാ മില്യൺ അടിച്ചാലോ. ചാലയാണ് പൂച്ചാവാ പാടത്ത് മിസ്റ്റേക്കിട്ടരാ. നല്ല സംഭവം രസം. പറഞ്ഞിട്ടുണ്ടല്ലേ കറക്റ്റ് വീഡിയോ കിട്ടോണ്ട്. കുറച്ച് കഷ്ടപ്പെടികള്. ഹലോ ഓൾ, വെൽക്കം ബാക്ക്. ഇന്ന് ഈവനിങ് മക്കൾക്ക് നഴ്സറിയൊക്കെ വിട്ട ശേഷം രണ്ടാളെയും കൂട്ടിയിട്ട് ഞങ്ങളൊരു സ്ഥലം വരെ പോവാണ് കേട്ടോ. നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള തൊട്ടടുത്ത് തന്നെയുള്ള ചെറുമുക്ക് പാടത്ത് ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ജങ്കാറല്ല, എന്തിനു പറയാം, ചങ്ങാടം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ ഹസ്ബൻഡും ഫ്രണ്ട്സൊക്കെ അവിടെ പോയി അതിൻ്റെ വീഡിയോ കണ്ടപ്പം നമുക്ക് എല്ലാവർക്കും കൂടി പോകാമെന്ന് പ്ലാൻ ചെയ്തതായിരുന്നു. അങ്ങനെ മക്കളൊക്കെ സ്കൂളിൽ നിന്ന് കൂട്ടിയിട്ട് പോയി നോക്കിട്ടോ. ഈ തല തൊട്ട് ആ തല വരെ കയറ് കെട്ടിയിട്ടുണ്ടായിരുന്നു. ആ കയറ് പിടിച്ച് വലിച്ച് വേണം പോവാൻ. ഇത് ഇങ്ങനെ പോണത് ലൈഫിൽ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. തോണി കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്, പക്ഷെ ഇത് നല്ലൊരു എക്സ്പീരിയൻസ്. നല്ലൊരു വ്യൂ ആട്ടോ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. കറക്റ്റ് ജങ്കാറിന്റെ ഫുള്ള് പിക്ക് നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് എടുക്കാൻ പറ്റണില്ലെങ്കിലും കൂടെ ആ പാടവും തോടും എല്ലാം കൂടെ ഒന്നായിട്ടൊരു പുഴ പോലായിട്ട് നല്ല രസമായിരുന്നു കേട്ടോ ഈ റൈഡ് എന്ന് പറഞ്ഞാല്. എന്റെ വീഡിയോയിൽ മെയിൻ ആവട്ടെ, എന്റെ ചാനലിൽ കയറി മെയിൻ ആവട്ടെ. പറയാതിരിക്കാൻ വേണ്ടി നല്ലൊരു അടിപൊളി വൈബ് ചെയ്ത് നല്ലൊരു ക്ലൈമറ്റ്, ചെറിയ ചാറ്റൽ മഴ കേട്ടത് ആ വ്യൂ എനിക്ക് ഇതിലും വ്യൂ ചെയ്യുന്നിട്ടോ. ചുറ്റുപാടും നോക്കുമ്പോൾ ഒന്നാകെ നല്ല വെള്ളം, നല്ല നടുപുഴയിൽ നിൽക്കണ പോലെ. പുഴ എന്നും പറഞ്ഞെടുത്ത് പരന്ന് കിടക്കണ പാടാണല്ലോ. ആ വ്യൂ ഒക്കെ ഇങ്ങനെ ആസ്വദിച്ച് നല്ല അടിപൊളിയായിട്ട് പോയിരുന്നു കേട്ടോ. മക്കളും നന്നായിട്ട് എൻജോയ് ചെയ്തിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിലാണ് ചെറിയൊരു കുസൃതി ഒപ്പിച്ചത് എൻ്റെ ഹസ്ബൻഡ്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല, കാരണം അത് ആഴില്ല, അതിലൊരാൾ മുങ്ങാൻ മാത്രമുള്ള വെള്ളമില്ല എന്നൊക്കെ ഇങ്ങനെ പറയണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ചെയ്യുന്നുള്ള ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. ഞാനിങ്ങനെ ഇറങ്ങി നോക്കുക, അതിനകത്തൊന്നുമില്ല, കയറ് പിടിച്ച് ഇറങ്ങി നോക്ക് അങ്ങനെയൊക്കെ പറയണ്ടായിരുന്നു. പക്ഷെ എന്നെ പിടിച്ചോണ്ട് തള്ളൊന്നും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. കയറുകൊണ്ടുള്ള വലി കഴിഞ്ഞ് അതിനുശേഷം ഞാൻ കുറെ മുളകൊണ്ട് തുഴഞ്ഞു നോക്കിട്ടോ. നമുക്കിതൊക്കെ ഒരു കൗതുകമല്ലേ, നമ്മളെത്ര വലുതായാലും നമുക്കിതൊക്കെ ഒരു രസം തന്നെയല്ലേ. ഇതുപോലെ വെള്ളത്തിലിങ്ങനെ കാലിട്ടടിച്ചിരിക്കലൊക്കെ നല്ല രസമുള്ള വൈബ് തന്നെയല്ലേ. അതിൻ്റെ ഇടയിൽ ബാക്കിൽ കൂടെ വന്നിട്ട് മറ്റയാളെ കൊണ്ട് വീഡിയോ എടുപ്പിച്ചിട്ടാണ് കേട്ടോ ഈ പണി ചെയ്തത്. പക്ഷെ എക്സ്പെക്ട് ചെയ്യാതെ പെട്ടെന്ന് മുങ്ങിപ്പോയപ്പം ആദ്യത്തെ മുങ്ങിൽ നന്നായിട്ട് പേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ കാല് കുത്തി നിൽക്കാനുള്ള നില ഉള്ളതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടായില്ല. അതല്ലേ പറഞ്ഞത്, പ്രതീക്ഷിക്കാതെ എടുത്ത് തള്ളുമ്പോ മനുഷ്യൻ ഇങ്ങനെ കണ്ട അലർന്നൊക്കെ എങ്ങനെ ഞാൻ യൂട്യൂബിൽ ഇടല്ലോ. പിന്നെ ശീലയിക്കോളെ. ഇനി അതിന്റെ വേക്കിൽ പിടിച്ചെന്നോളി, ഞങ്ങള് കരക്കടുപ്പിച്ച. ഇതില് നല്ല കണ്ടന്റ് മഴക്കാലത്ത് യൂട്യൂബിൽ കിട്ടാനില്ല. അതാ മില്യൺ അടിച്ചാലോ. നല്ല സംഭവം രസം. പറഞ്ഞിട്ടുണ്ടല്ലേ കറക്റ്റ് വീഡിയോ കിട്ടോണ്ട്. ആൾക്കാര് വരുമ്പോത്തിനൊന്ന് ടയറും കൂടി പോയ ഇതിന്റെ കാര്യം തീരുമാനമായി.
ഈ പച്ചനാല് ഇത് ഞാൻ ഫോണ് വെള്ളത്തിൽ കൂടെ ഇട്ടോ, വെള്ളത്തിൽ കൂടെ ഇവിടെ മുങ്ങാനുള്ള എനിക്ക് എങ്ങനെ അഭിനയിക്കാവുന്ന കൈ കൊണ്ട് നീ ഉണ്ടാവാൻ കുറച്ച് കഷ്ടപ്പെടികൾ ഞാൻ എനിക്ക് നിർബന്ധം ഞാൻ അതൊന്നോളോ കയ്യെത്താ ഇങ്ങനെ തള്ളിയിട്ടാ പറ്റൂല ഗ്രിപ്പ് കിട്ടണില്ല വിടാനും പറയും മിനു കിട്ടണില്ല എന്ന് പറയും. ചവിട്ടിട്ട് പൊന്ത കൈയ്യേണ്ടത് തടി വെച്ചിട്ട് അന്നെ പറഞ്ഞാ മതി ചവിട്ടിട്ട് വെച്ചല്ല. വെട്ടിയിട്ട വാഴത്തണ്ട് ഇത് ആ മുളഞ്ഞു എടുക്കുക. കുഴപ്പമില്ലേട്ടാ തള്ളിട്ട് കൊല്ലാൻ നോക്കി നമുക്ക് ഭാവനോട് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് ഇടാം കേട്ടോ. ആർക്ക് എന്ത് വേണമെങ്കിലും കമൻ്റായിട്ട് പറയാം. വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്തതെന്നുള്ളത് പറയാം. ആദ്യം ഞാൻ കുറച്ചൊന്ന് പേടിച്ച് പോയെങ്കിലും പക്ഷേ അതൊരു രസം തന്നെയായിരുന്നു. ചങ്ങാടത്തിലുള്ള ഒരു റൈഡ് അതൊരു പ്രത്യേക രസം തന്നെയായിരുന്നു. അതിൻ്റെ ഇടയിൽ ചെറിയ തമാശ കാണിച്ചു, കുറച്ചൊരു വെള്ളം കുടിച്ച് ആഴമില്ലായിരുന്നു. പക്ഷേ പെട്ടെന്നാണ് എന്തിനും നമുക്ക് ആഴം കിട്ടാത്ത നിലം കിട്ടാത്ത പോലെ തോന്നിയൊരു കുറച്ചൊന്ന് പേടിച്ചു. അല്ലാതെ വേറെ പരിക്കും കാര്യങ്ങളൊന്നും പറ്റിയിട്ടില്ല. ആദ്യം രാവിലെ വന്ന് ചാടിപ്പോയതാണ്, അവിടെ ആഴില്ല എന്ന് മൂപ്പർക്ക് മനസ്സിലായിന്. അതുകൊണ്ടാണ് ധൈര്യത്തിൽ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം. ചങ്ങാടത്തിലോ ബോട്ടിലൊക്കെ പോയിട്ട് ഇതുപോലെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റിലൊന്ന് പറയണേ.